ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ കിടക്കുന്ന ഈ ഒരു ഇത് കണ്ടോ, വർക്ക്ഷോപ്പ് ഇത് ഫുൾ നമ്മൾ വാങ്ങി. ഈ ഒരു ടയർ പീഡിയൻ്റെ പോലത്തെ ഒരു ഇതില്ലേ, ഒക്കെ നമ്മളതാണ്. നമ്മളിത് വാങ്ങിയെന്ന് വെച്ചാൽ നമ്മളെ ഉദ്ദേശിച്ച വണ്ടികൾ കിഡിലൻ മോഡിഫിക്കേഷൻ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഓർഡർ, ഇന്നലെ നമ്മളിത് വാങ്ങി. ഫസ്റ്റ് നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ദുബായിലൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഫ്രണ്ട് നമ്മളെ ഇവിടെയാണ് സിറ്റി 2-ൽ. അവൻ്റെ ഒരു പഴയ വണ്ടി ഉണ്ടാവും, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്താൽ വണ്ടി ഫുൾ പ്രശ്നമാണ്. ചെറിയ പൈസയ്ക്കൊക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ ചെയ്തു തരാം, നല്ല അടിപൊളി. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ കളർ വർക്ക് ചെയ്താൽ മതി, പെയിൻറ്റിങ് വർക്ക്സ് എന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റിക്കേഴ്സ് ഇല്ല, അതൊന്നും ചെയ്യേണ്ടതാണ് ഗൈസ്. അപ്പം നമുക്ക് സിറ്റി 2-ൽ അവൻ്റെ വീട്ടിലെത്തിയിട്ട് ഇനി കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മളെ വീടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ വിളിച്ചിന് ആളെ വണ്ടി പേര് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഒരു ഓൾഡ് S-Class ആണ് നമുക്ക് ഇത് ചെയ്യാനുള്ളത്. അവിടെ ഒരു വൈറ്റ് വണ്ടി എടുക്കുന്നുണ്ട്, അതാണ്. ഒമാരി എന്താ കളിക്കുന്നത്. അയ്യോ അതൊന്നും നോക്കില്ല, അത് S-Class ഒന്നുമല്ല, സൂപ്പറാ Mark 5. അതൊരു S-Class അല്ലേ ആണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കാം. യെസ് ഗൈസ്, അതൊരു ഓൾഡ് S-Class ആണ്. ഒരു പറഞ്ഞിട്ടുണ്ട് താക്കോലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പുറത്തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ആളിവിടെ ഇല്ല ഗൈസ്, തിരുവനന്തപുരം എവിടെയാണ്. നമുക്ക് നല്ല വണ്ടി എടുക്കാം. വണ്ടി ബാറ്ററി ഒക്കെ ചിലപ്പോൾ ലോ ആയിക്കെന്ന് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാവില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തോക്കാം. ഗൈസ്, വണ്ടി സ്റ്റാർട്ടായി. ഒന്ന് റേസ് ചെയ്യട്ടെ. വണ്ടിയെല്ലാം അത്യാവശ്യം കിടിലാണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് തോന്നുന്നു. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നേരുമ്പോൾ ഇൻറ്റീരിയറൊക്കെ പൊളിയാണല്ലോ. മിസ്സിങ് ഒക്കെ കാണിക്കണ്ടേ, മിസ്സിങ് കാണിക്കണ്ടേ. എൻ്റെ ഒരു സ്പീഡ് കയറില്ലല്ലോ കേസ്, സ്പീഡ് അങ്ങോട്ട് വണ്ടി കയറില്ല കേസ്. ആ വണ്ടിക്കൊരു പ്രശ്നമുണ്ട്, ഏതായിട്ടൊന്നും ആയിരുന്നു അങ്ങനെ ഒരച്ചിൽ അങ്ങനെയൊന്നുമില്ലേ കേസ് വണ്ടിക്ക്. ഇപ്പം ഇത് നേരെ നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് കാണാം കേസ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ കേസ് നമ്മൾ ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് വണ്ടി പോകണം കേസ്. വണ്ടി പറഞ്ഞ പോലെ പെട്ടെന്ന് സ്പീഡൊന്നും കയറില്ലേ, വണ്ടി ഇന്നൊന്നും എത്തൂല. വണ്ടിക്ക് മാനുവലിലെ സ്പീഡില്ലാത്ത, നമുക്ക് ഓട്ടോമാറ്റിക്കലിൽ ഇട്ടോക്കാം. ഓട്ടോമാറ്റിക്കലി എത്ര സ്പീഡ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു അടിപൊളി വണ്ടീൻ്റെ സ്പീഡില്ല. നമുക്കെല്ലാം പണിച്ചിറക്കണം ഗൈസ്. ഇതിപ്പോൾ വണ്ടി സ്റ്റോക്ക് വണ്ടിയാണ് ഗൈസ്. സ്റ്റോക്കിലാണെങ്കിൽ വണ്ടി നല്ല പവറാണ്. വണ്ടി ഏതായിട്ട് ഇടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും വണ്ടി ഗൈസ്, ഞാൻ ഓരോനോട് അഡ്വാൻസ് 50,000 രൂപ വാങ്ങിയിട്ടുണ്ട്. കാരണം ഈ വണ്ടി ചില വർക്ക്സൊക്കെ ഉണ്ട്. നമ്മൾ എൻജിൻ വർക്ക്സ് മാത്രമല്ല അത്യാവശ്യം ബോഡി കിറ്റ് നമ്മൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് യെസ്. ഇതിൻ്റെ ഓണറിൻ്റെ പേര് അമൽ എന്നാണ് യെസ്. അമൽ AK എന്നാണ് ഇതിൻ്റെ ഓണറുടെ പേര്. നമുക്ക് ഇങ്ങോട്ട് വളയ്ക്കാം ഗൈസ്. ഇതാണ് നമ്മൾ വർക്ക്ഷോപ്പിലേക്കുള്ള വഴി. ഇവിടേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ എത്തിക്കണം ഗൈസ്. ഞാൻ വരുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ആണ്. അതിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ പൈസ നമ്മൾ വാങ്ങുന്നതായിരിക്കില്ല, കാരണം അത് നമ്മളെ പരിക്കൊണ്ട് പറ്റിയതാണ്. ഇത് നമുക്ക് വണ്ടി അങ്ങോട്ട് മുകളിൽ കയറ്റി അടിയ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. അപ്പോഴേക്കും ഇതൊന്ന് താത്തണം, നമുക്ക് ഡൗൺ കൊടുക്കാം. താവുണ്ട് ഫുള്ളായിട്ട് തന്നോട്ടെ. ഫുള്ളായിട്ട് താവുന്നുണ്ട്. നമുക്ക് എല്ലാം വണ്ടി എടുക്കാം. ലിഫ്റ്റ് നമുക്ക് ആക്കാം ഗൈസ്. ഇത് മതിയല്ലേ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. ലോക്ക് ഇട്ടേക്കാം ഗൈസ്.
ഒരു ലോക്ക് ടച്ച സൗണ്ട് അതുവരെ കേട്ട്. അതാണ് ഒരു ലിഫ്റ്റ് നടത്തിൻ്റെ വണ്ടി ഇപ്പോൾ വണ്ടി പൊന്തിൻ്റെ പൊന്തട്ടെ. ബോഡി കിറ്റ് നല്ല പൈസ. അലോവിയിലെല്ലാം നമ്മൾ മാറ്റേണ്ടി. പിന്നെ അലോവിയിലിൻ്റെ ബ്രേക്കിൻ്റെ അതില്ലേ അതെല്ലാം നമ്മൾ മാറ്റും. വണ്ടീൻ്റെ കളർ അടക്കെ നമ്മൾ മാറ്റും. പിന്നെ സ്മോക്കൊക്കെ നമ്മൾ വെച്ചിരിക്കും നമ്മളെ വണ്ടിയിൽ. നമുക്കൊന്ന് ഡൗൺ ചെയ്തിട്ട് ആ പാർക്കിങ് കൊണ്ടിട്ടേക്കാം വണ്ടി. എല്ലാം വേണ്ട, വണ്ടി ഡൗൺ വേണ്ട, ലിഫ്റ്റ് കിടക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് അത് സബ്സ്ക്രൈബ് അതിനപ്പുറത്ത് കാണാൻ ബെല്ലൈക്കൻ ഉപയോഗിച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.